ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റഡി വ്ളോഗ്. ഇന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നൊരു വ്ളോഗ് ആയിരിക്കണം. ഞാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ന്യൂസ് പ്രിൻ്റ് വെച്ചിട്ട് 2 ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ പിൻ ചെയ്ത് കൊടുത്തിട്ട് അതാകുമ്പോൾ എനിക്ക് നോട്ടിൽ എഴുതി പഠിക്കുന്നതിനേക്കാൾ എന്തോ ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെ എഴുതി പഠിക്കുമ്പോൾ. ഞാൻ A4 ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടി നല്ലത് ന്യൂസ് പ്രിൻ്റ് ആണ് എന്നുള്ള വിചാരിച്ചിട്ടാണ് അതെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെയ്ത് ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം നമുക്കത് പഠിച്ച് തീർക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചു. കുറേ നേരം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചായി ഞാൻ പഠിച്ചിട്ടുള്ളല്ലോ എന്ന് തോന്നും. പക്ഷേ ആക്ച്വലി ഇതുമല്ല, ഞാൻ വേറെയും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ടൈം ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കായപ്പം ഫുഡൊക്കെ കഴിക്കാനായി. എനിക്ക് ഈ പഠിക്കാൻ ഇരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് കുറേ നേരം പോയിക്കോളും. പിന്നെ ഞാൻ എപ്പോഴും നോക്കാറുള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുത്തിട്ടാണ് പഠിക്കാറുള്ളത്. ഇന്ന് ഞാൻ കുറേ നേരം ഇത് പഠിച്ചു. ഇത്രേ എഴുതിയിട്ടുള്ളൂ, പക്ഷേ പഠിക്കാൻ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇത് മൊത്തം കഴിഞ്ഞു. നമുക്കൊരു സെറ്റ് കൂടെ പഠിക്കാനുള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു ഉച്ചയ്ക്ക്. സാധാരണ ഉറക്കമൊക്കെ വരും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചെറിയൊരു നാപ്പ് എടുത്തിട്ട് അടുത്ത് പഠിക്കാനിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത്, പഠിച്ച ഭാഗത്ത് ഇങ്ങനൊരു പേപ്പറിൽ ഞാൻ എന്താണോ അതിൽ പഠിച്ചേക്കുന്നത് എന്നുള്ള എഴുതി വയ്ക്കും. കാരണം ഞാൻ ചിലപ്പോൾ എക്സാമിന് തലേന്ന് എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് ഫുൾ എടുത്ത് വായിക്കാനുള്ള ടെൻഡൻസി വരത്തില്ല. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യം മാത്രം ഓക്കെ ഇതിലുണ്ട്, അപ്പോൾ അത് പഠിക്കാം എന്നുള്ളൊരു ഇത് വരും. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ദിവസത്തിന് ശേഷം എടുത്ത് വായിക്കുമ്പം, റിവിഷനൊക്കെ ചെയ്യുമ്പം. അപ്പം ഇനി അടുത്തതൊക്കെ ഞാൻ കുറേ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഓക്കെ, ബൈ.